ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിൽ ഒരിക്കൽ കൂടി ദൈവവചന ശുശ്രൂഷ ചെയ്യാൻ സാധിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടു രസിക്കും. 54 സങ്കീർത്തന 7-ാം വാക്യം. ദൈവം ലഭ്യമാക്കുന്ന വിടുതൽ സമ്പൂർണ്ണമാണ്. ദാവീദിനേറെ കഷ്ടങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. മുൾമുനയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം, എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം ലഭിച്ചത് സാക്ഷ്യപ്പെടുത്തുന്നു. അത് മറ്റുള്ളവർക്ക് ധൈര്യവും പ്രത്യാശ ഉളവാക്കുന്നതാണ്. കൊടുങ്കാറ്റടിച്ചു കടന്നപ്പോൾ വൻ വടവൃക്ഷങ്ങൾ പോലും നിലംപരിശാവുന്നു. എന്നാൽ മറ്റു ചില വൃക്ഷങ്ങൾ കാറ്റിനെ അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുകയും ചെയ്യുന്നു. നിലംപരിശാകുന്നവ ആഴത്തിൽ വേരൂടിയിട്ടുള്ള വൃക്ഷങ്ങളാണ്. മനുഷ്യരെക്കുറിച്ചും ഇതുപോലെ പറയാം. ഉപരിവിപ്ലവമായ ആദർശങ്ങളും തത്വങ്ങളും പറയുന്നവരും ആത്മീയത അവകാശപ്പെടുന്നവരും പ്രതിസന്ധികളിൽ തകർന്നവരും തളർന്നവരുമായി കാണപ്പെടാറുണ്ട്. എന്നാൽ ദൃഢമായ വിശ്വാസത്തിൻ്റെ ഉടമകൾ വിപരീത സാഹചര്യങ്ങളെ വിജയകരമായി അതിജീവിക്കുന്നത് നമുക്ക് കാണാം. സർ വാൾട്ടർ സ്കോട്ട് പ്രസിദ്ധനായ സാഹിത്യകാരനും ഗ്രന്ഥകർത്താവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില നോവലുകൾ വിശ്വോത്തരങ്ങളാണ്. തൻ്റെ സമ്പാദ്യമെല്ലാം തന്നെ പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണ കമ്പനിയിൽ നിക്ഷേപിച്ചു. ആ കമ്പനി പൊളിഞ്ഞ് അതിൻ്റെ സൂത്രധാരത്വം വഹിച്ചയാൾ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്കോട്ടിൻ്റെ സമ്പാദ്യമെല്ലാം വെള്ളത്തിലായി. കൊട്ടാര സമാനമായ ആബ്സ്ഫോർഡ് എന്ന തൻ്റെ ഭവനം പോലും നഷ്ടമാവുന്ന അവസ്ഥയിലെത്തി. ആരും തകർന്നു പോകുന്ന സാഹചര്യം. പക്ഷേ സ്കോട്ട് ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. അചഞ്ചലമായ വിശ്വാസം സാമ്പത്തിക തകർച്ചയായ കൊടുങ്കാറ്റിനെ അതിജീവിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. അദ്ദേഹം എഴുതി, കാര്യങ്ങൾ ഞാൻ സങ്കല്പിച്ചതിലും ധരിച്ചതിലും ഏറെ സങ്കീർണമാണ്. ഞാൻ ഏറെ സ്നേഹിച്ച ആസ്ഫോർഡ് പോലും കൈവടിയേണ്ടി വന്ന വിഷമകരമായ സാഹചര്യത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. നഗ്നരായി നാം ലോകത്തിലേക്ക് പ്രവേശിച്ചു. നഗ്നരായി തന്നെ നാം പോവുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇതുപോലെ ഒരു വ്യക്തിയാണ് നമ്മുടെ ബൈബിളിലുള്ള ഇയ്യോബ്. അദ്ദേഹത്തിന് ധാരാളം ആടുമാടുകളും ദാസന്മാരും ഏറെ ഉണ്ടായിരുന്നു. ഒരു വലിയ സമ്പന്നൻ. മാത്രമല്ല ഒരു വലിയ പുത്രസമ്പത്തും ഉണ്ടായിരുന്നു. 7 ആണ്, 3 പെണ്ണും ഉൾപ്പെടെ 10 മക്കൾ. ആടുമാടുകളെല്ലാം അപഹരിക്കപ്പെട്ടു, നഷ്ടപ്പെട്ടു. കൊടുങ്കാറ്റ് മൂലം വീട് തകർന്നു. മക്കളെല്ലാം ഒരുമിച്ച് മരിച്ചു. ഈ വാർത്ത അറിഞ്ഞ ഇയ്യോബ് തല മുണ്ടനം ചെയ്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ പിൻവാങ്ങും. ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഹൃദയാഘാതങ്ങൾ ഏൽക്കാത്ത ജീവിതം വിരളമാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, ഒരവസരത്തിൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ഈ സത്യമാണ് കഥാപുരുഷനായ ഇയ്യോബ് സ്ഥാപിച്ചത്. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അല്പായുസുള്ളവനാണ്. അവൻ്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതുമാണ്. കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നല്ല മനുഷ്യർക്ക് ഇങ്ങനെ ദുരന്തങ്ങൾ സംഭവിക്കുന്നു? അവ ചിലപ്പോൾ തുടർക്കഥ പോലെ തുടരുകയും ചെയ്യുന്നു. നല്ലൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മാതൃകാ അധ്യാപകൻ എന്നുള്ള സ്ഥാനവും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷാഘാതം മൂലം തളർച്ച ബാധിച്ച് കടക്കയിൽ കിടക്കുന്നു. ഏക മകൻ അഭ്യസ്തവിദ്യനാണ്, സുശീലനാണ്. നാഡീവ്യൂഹത്തിന് ബാധിച്ച അസാധാരണമായ രോഗനിമിത്തം നടക്കുന്നത് പോലും വിഷമകരം. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരമല്ല ഇവിടെ പ്രസക്തം. പിന്നെയോ വൈകാരിക തളർച്ച കൂടാതെയും തിക്തമായ ചിന്ത വിടിഞ്ഞും ആ സാഹചര്യത്തെ എങ്ങനെ നേരിടാമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇവിടെ വേണ്ടത്. അത് മനുഷ്യബുദ്ധിയിൽ നിന്നോ യുക്തിവിചാരത്തിൽ നിന്നോ ഉളവാകുകയില്ല. ഈശ്വര വിശ്വാസം ഒന്നു മാത്രമേ അതിന് മതിയാകുകയുള്ളൂ. ഈശ്വരൻ്റെ ആഴമായ സ്നേഹത്തിലും അപാരമായ ജ്ഞാനത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തേകും, മുന്നേറാനുള്ള ഊർജം പകരുകയും ചെയ്യും. പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പീഡനങ്ങളും തിരസ്കാരങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ശക്തിയും സുനിശ്ചിതമായ പരിപാലനത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ദൈവഭയം ഇല്ലാത്തവരും അനീതിയും അക്രമവും കാട്ടുന്നവരും അന്യരെ അപായപ്പെടുത്തുന്നവരും എല്ലാ കാലത്തും ഉണ്ടാവും. എന്നാൽ തിന്മയുടെ ശക്തിയെ നന്മ കൊണ്ട് കീഴടക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ നിരന്തരമായ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനും ആത്മീയ ബലികൾ യഥാവിധി സമർപ്പിക്കുവാനും കഴിയണം. അതാണ് നാം അനുഭവിക്കുന്ന ദൈവീയ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി നമുക്ക് ദൈവം മുമ്പാകെ വയ്ക്കുവാനുള്ളത്. എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.